BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പാലക്കാട് കൊടുമുണ്ട തീരദേശ റോഡ് തകർന്ന സംഭവത്തിൽ കരാറുകാരനെ കൊണ്ട് 10 ലക്ഷത്തോളം രൂപ തിരിച്ചടപ്പിച്ചു. ധനവകുപ്പ് കണ്ടെത്തിയ ഗുരുതര ക്രമക്കേടുകളുടെ ഭാഗമായാണ് നടപടി. റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് അഴിമതി ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. തീരദേശ റോഡ് ഫണ്ടിൽ നിന്നും 2 കോടി ചിലവഴിച്ച് പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്ക് നിർമ്മിച്ച പാത 2 മാസത്തിനകം ഇടിഞ്ഞു താഴുന്നതോടെയാണ് അഴിമതി ആരോപണമുണ്ടായത്. പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സാങ്കേതിക അനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പടികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഫണ്ടിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് കരാറുകാരനെ കൊണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 9.77 ലക്ഷം രൂപ തിരിച്ചടപ്പിച്ചത്. റോഡിന്റെ കനം കുറവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് 40 ലക്ഷം രൂപ കൂടി തിരിച്ചുപിടിക്കാൻ വകുപ്പ് നീക്കം തുടങ്ങിയതായാണ് സൂചന. പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 20 ദിവസത്തിലധികം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 1 വർഷത്തോളം ഈ ഉത്തരവ് ഹാർബർ വകുപ്പ് മറച്ചുവെച്ചു. തുടർന്ന് വിജിലൻസ് ഇതേ റോഡ് പരിശോധിച്ചപ്പോൾ ധനവകുപ്പ് കണ്ടെത്തിയതിനേക്കാൾ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. ധനവകുപ്പ് റോഡരികിലെ കോൺക്രീറ്റിംഗിന്റെ കനം പരിശോധിച്ചിരുന്നില്ല. വിജിലൻസ് പരിശോധനയിൽ കോൺക്രീറ്റ് 40% കനം കുറവ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി ധനവകുപ്പിന്റെ പരിശോധന നടക്കുകയാണെങ്കിൽ ഇതും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണെന്നാണ് അറിയുന്നത്. ഇതനുസരിച്ചാണെങ്കിൽ 1/2 കോടിക്ക് മുകളിലേക്കും സർക്കാരിനുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഉയരും. റോഡ് തകർച്ചയിൽ അഴിമതിയും ക്രമക്കേടും ആരോപിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആരോപണങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ MLA-യും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന MP രാജേഷിനെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.